ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരങ്ങളാണ് ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും. ബിഗ് ബോസിന് ശേഷം ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമേറെയാണ്. ഇപ്പോഴിതാ പ്രേക്ഷകരുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരങ്ങൾ. ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം. ഗബ്രിക്കൊപ്പം സന്തോഷവതിയാണോ, ജാസ്മിന്റെ കംഫോർട്ട് സോണാണോ ഗബ്രി എന്ന ചോദ്യത്തിന് ജാസ്മിൻ നൽകിയ മറുപടി ഇങ്ങനെ: കൂടെയുള്ള ഒരു മണിക്കൂറിൽ 45 മിനിറ്റ് ഞങ്ങൾ ഹാപ്പിയായിരിക്കും, ബാക്കി 15 മിനിറ്റ് കീരിയും പാമ്പും പോലെയാണ്. ബിഗ് ബോസ് കണ്ടവർക്കറിയാം, അനാവശ്യ കാര്യങ്ങളിൽ ഞങ്ങൾ തല്ലുപിടിക്കാറുണ്ട്. പക്ഷേ ഗബ്രിക്കൊപ്പം ഞാൻ ഹാപ്പിയാണ്. എൻ്റേത് ചെറിയ സർക്കിളാണ്. എനിക്കുള്ള സർക്കിളിൽ വെച്ച് ഇവൻ്റെ കൂടെ നടക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ഹാപ്പി. ഇവൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ ലോകം കാണുന്നത്. ഗബ്രി എന്നെ വിഷമിപ്പിച്ചാലും അവൻ തന്നെ എന്നെ ചിരിപ്പിക്കും. എൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ ഇവനും എൻ്റെ വീട്ടുകാരും തന്നെയാണ്, ജാസ്മിൻ പറഞ്ഞു. ഭാവി പരിപാടി എന്താണെന്ന് ചോദ്യത്തിന് ആദ്യം മറുപടി നൽകിയത് ഗബ്രിയാണ്. ഭാവി പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷേ നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നതാണ് ആഗ്രഹം. നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക, ക്യാമറയ്ക്ക് മുന്നിലും പിറകിലും പ്രവർത്തിക്കുക, ഒരുപാട് യാത്ര ചെയ്യുക, ഇതൊക്കെയാണ് ആഗ്രഹം. തനിക്കും പ്രത്യേകിച്ചും പ്ലാനൊന്നുമില്ലെന്നും ജീവിതം എങ്ങനെയാണോ പോകുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെന്നും ജാസ്മിൻ പറഞ്ഞു. ഒരു പ്രായത്തിന് ശേഷം ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ എനിക്ക് വിഷമമാകും. അതുകൊണ്ട് ജീവിതം എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് അതുപോലെ ജീവിക്കാനാണ് ഇഷ്ടം, ജാസ്മിൻ പറഞ്ഞു. രണ്ടുപേരുടെയും കുടുംബം ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുപടി. ഞങ്ങളുടെ കുടുംബം പരസ്പരം കാണേണ്ട സാഹചര്യം വന്നിട്ടില്ല, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരുടെയും കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. ജാസ്മിൻ്റെ ഫാമിലി എന്നെ കണ്ടാൽ തല്ലാൻ നിൽക്കുകയാണ്, എൻ്റെ ഫാമിലി അവളെ കണ്ടാൽ അടിച്ചോടിക്കാൻ നിൽക്കുകയാണെന്നൊക്കെയാണ് ചിലർ ഉണ്ടാക്കിയിരിക്കുന്ന നെഗറ്റീവ് കമൻറ്റ്. അങ്ങനെയൊന്നല്ല, ഞങ്ങൾ പരസ്പരം കണ്ടിട്ടുണ്ട്, ഇരുവരും വ്യക്തമാക്കി. കൊച്ചിയിലെ തൻ്റെ ഫ്ലാറ്റിൻ്റെ പാലുകാച്ചലിന് കുടുംബം വന്നപ്പോൾ ഗബ്രിയെ അവർ കണ്ടിരുന്നതായി ജാസ്മിൻ പറഞ്ഞു. ഗബ്രിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. മമ്മി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ കൊച്ചിയിലേക്ക് തനിച്ച് മാറി നിൽക്കുമ്പോൾ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ വിചാരിച്ചത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ബിഗ് ബോസിൽ 3 മാസം സർവൈവ് ചെയ്തിരുന്നല്ലോ. അതേസമയം ഞാൻ തനിച്ച് ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ എന്നെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി എന്ന തരത്തിലായിരുന്നു പ്രചാരണം. പടിയടിച്ച് പിണ്ടം വെച്ചു, എന്നെ ഒഴിവാക്കിയെന്നൊക്കെയായിരുന്നു ചിലർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ വീട് വിട്ട് മാറി നിൽക്കുന്ന വീട്ടുകാർക്ക് പ്രശ്നമാണ്. കാരണം വീട് വിട്ട് മാറി നിന്നിട്ടുള്ള ഒരാളല്ല ഞാൻ. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ആളല്ല. അവർക്ക് എന്നെ കാണാതിരിക്കാനും ഒക്കില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. കൊച്ചിയിലേക്ക് മാറാൻ എനിക്ക് പല കാരണങ്ങളും ഉണ്ടായിരുന്നു, ജാസ്മിൻ പറഞ്ഞു.